ഹലോ സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രിക്ക് ഒരു വെറുതെ ഇരുന്നല്ലോ എന്ന് ഐഡിയാണ് മീൻ പിടിക്കാൻ പോയാലും. അങ്ങനെ രാത്രി വെച്ച് പിടിച്ച് ഒരു 10:30 മണി സമയത്ത് നമ്മൾ മീൻ പിടിക്കാൻ തുടങ്ങിയതാണ്. പിടിക്കാൻ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഒരു ഏട്ട നല്ല ചൂണ്ടയിൽ വലിച്ചു പോകുന്നത്. അങ്ങനെ അതിനെ പിടിച്ച് കരക്ക് കയറ്റി ഈ ചൂണ്ടയും വലിച്ച് മീനിൽ പോകുന്നത് നല്ല രസമാണ്. കൈ ഒരിക്കൽ പിടിച്ചാൽ പിന്നെ അതിലിങ്ങനെ ഒരു ലഹരി പോലെയാണ്. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ പോണം പോണം എന്ന ചിന്ത വരും. അങ്ങനെ ഏട്ടങ്ങനെ ബുദ്ധിങ്ങുകയും ചെയ്യാം. ചൂണ്ടെല്ലാം അടക്കാൻ കുറച്ച് പണിയാണ്. അന്നേരം ആ ടൈമിലാണ് ഒരു പൂച്ച സാറ് വരുന്നത്. വിശന്നിട്ട് വരുന്ന പൂച്ച സാറാണ്. അങ്ങനെ പൂച്ച സാറിന് നമ്മൾ മത്തി അങ്ങ് ഇട്ട് കൊടുത്ത് ഉടനെ നിറയെ കൊടുത്ത് എത്രയാ വേട് ചോദിക്കുന്നത്. നമ്മൾ മത്തി വാങ്ങിയിട്ടാണ് പോയിന്. ചൂണ്ടയിലിടാൻ വേണ്ടി മത്തി വാങ്ങിയിട്ടാണ് പോയിന്. പിന്നെ അങ്ങനെ വലിയ മീൻ അങ്ങനെ വലിയ കടിക്കുന്നൊന്നുമില്ല. മത്തി വെച്ചും പൂച്ച ഒരു കിലോ മത്തിയോളം പൂച്ച വേടുന്ന തിന്ന്. അങ്ങനെ പൂച്ചക്കടി നോക്കുമ്പോ അത് രണ്ടാമതൊരു ഏട്ട തന്നെയാണ് അടിക്കുന്നത്. സെയിം സെയിം ഒരേ വലുപ്പത്തിലുള്ള സാധനം തന്നെ അടിക്കുന്നുണ്ടാ. അതിനെ അങ്ങനെ പിടിച്ച് കരക്ക് കയറ്റി. അത് നല്ല പട ഇതൊരു ഒച്ചയാക്കുകയും ചെയ്യും കേട്ടോ. ഗിരി ഒച്ചയാക്കും. അതിനെ അങ്ങനെ പിടിച്ച് കരക്ക് കയറ്റി പടക്കണണ്ടാ. നല്ല പടക്കല. അതിന്റെ ചൂണ്ട എടുക്കാനാ പണി. ചൂണ്ടെന്നെല്ലാം എടുത്ത് പാക്കറ്റ് ഇട്ട് എടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. തൊണ്ടയിൽ ചുണ്ടിക്കുടുങ്ങി അത് വേഗം കിട്ടീന്. പിന്നെ കിട്ടിയത് നമുക്ക് ലാസ്റ്റ് നമുക്ക് കിട്ടിയ സാധനം ഇതാ മൂന്നാമത് കിട്ടിയതാണ്. ആകെ 4 ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. 4 ആയിട്ട് കിട്ടിയത്. അതിനെ പിടിച്ച് സഞ്ചിയിൽ പാക്കറ്റ് ഇട്ട് 4 ആഴ്ചയും ഒരു ചെമ്പല്ലിയാണ് കിട്ടിയത്. അടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്തതിനും കിട്ടിയ സാധനമാണ് നമ്മുടെ ചെമ്പല്ലി. അധികം വലിപ്പമില്ലെങ്കിലും ഒരു ഒരു കുഴപ്പമില്ലാത്ത സാധനം കിട്ടി. അതന്നെ ഭാഗ്യം. ഒരുപാട് ആൾക്കാർക്കുണ്ട്, ആർക്കൊന്നും അടിക്കുന്നൊന്നുമില്ല. നമ്മളെ ചൂണ്ടയിട്ട് കുഴപ്പമില്ലാണ്ട് ചെമ്പല്ലി കയറി. ചെമ്പല്ലി അങ്ങ് അതിന്റെ കുളത്തങ്ങ് കുടലിൽ അങ്ങ് എത്തിപ്പോയി ഒതുങ്ങിയിട്ട്. ഇത് ചൂണ്ട വലിച്ചു പോകുമ്പോ ഞാൻ കണ്ടത് എന്താ പോയി പിടിച്ച് കയറ്റിയതാ. അത് കിട്ടാൻ കുറച്ച് റിസ്ക് ആയിന്. പിന്നെ ഒരാളെ സഹായം കൂടി കിട്ടി. പിന്നെ അതിന് വലിച്ച് പോക്കറ്റ് എടുക്കാൻ വേണ്ട പടക്കം എന്താണെന്ന് ഇങ്ങനെ പിടിക്കുന്നത്. ചൂണ്ട എടുക്കാൻ കുറച്ച് പണിയാണ്. ചെകിള ഇങ്ങനെ അടത്തിയിട്ട് ശ്രമിച്ചു നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അങ്ങ് എത്തിന്. പക്ഷെ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട് എടുക്കാന്. പക്ഷെ മിനിഞ്ഞാന്ന് ഒരു ന്യൂസില്ലല്ലോ, മീനിന്റെ മുള്ളു കുത്തിയിട്ട് കൈപ്പത്തി മുറിച്ചു. അതുകൊണ്ട് മീനെ പിടിക്കാൻ കുറച്ച് പേടിയാണ്. മീനിന്റെ മുള്ളു കുത്തിനെങ്കിലോ തട്ടിനെങ്കിലോ കയ്യേറ്റ് മുറിക്കേണ്ടി വരും എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഇപ്രാവശ്യം മീനിനെ പിടിച്ചത്. നമ്മള് സ്ഥിരം മീനെ പിടിക്കാൻ പോകുന്ന ആളെന്നല്ല, വല്ലപ്പോഴും ഇങ്ങനെ പോകുന്നതല്ലാണ്ട്. അങ്ങനെ അതിന്റെ ചൂടെടുക്കാൻ കുറച്ച് പാടുപെട്ടു പോയിന്. അങ്ങനെ അതിന്റെ ചെകിള പൊളന്നിട്ട് ചൂണ്ട ഇങ്ങനെ വലിച്ചെടുക്കുക ചെയ്തിന്. ചൂണ്ട കൊളുത്തിട്ട് അതിന് കുടുക്ക് നിർത്തിയെടുത്ത്. പിന്നെ സിമ്പിളാണ്. ഊരി വന്ന് വരുന്നുണ്ടോ. ചെമ്പല്ലി നല്ല ടേസ്റ്റുള്ള മീൻ കേട്ടാ. ചെമ്പല്ലി കഴിച്ചവരുണ്ട് പറഞ്ഞു, എല്ലാവർക്കും അറിയായിരിക്കും. ചൂണ്ടയൊക്കെ കിട്ടിയിട്ട് കിട്ടുന്ന ചെമ്പല്ലി എന്ന് പറഞ്ഞൊരു വേറെ അപാര ടേസ്റ്റാണിത്. ഫ്രഷ് മീനല്ലേ കിട്ടാ. അതിനടുക്ക് അതിനുശേഷം ആദ്യം ഒരു ഏട്ടനെ കൂടി കിട്ടി. ഏട്ട കുഴപ്പമില്ല. നല്ല പടക്കലായിരിക്കും ഏട്ടാ. ഏട്ടനെ പിടിച്ച് പാക്കറ്റ് ഇട്ട് ആകെ അത്ര കിട്ടിയുള്ളൂ. 4 ഏട്ടയോ അത്ര സമയം എടുത്തുള്ളൂ. നമ്മളൊരു 1 മണി ആ സമയത്തേക്ക് വിട്ടിന്. 10:30 മണിക്ക് പോയി ഇതെല്ലാം സെറ്റായി. 11 മണിക്ക് ഇട്ട് 1 മണി കണ്ടോ. ഇത് ലാസ്റ്റത്തെ ഏട്ടയാണ് കിട്ടിയത്. 4 ഏട്ട ടോട്ടൽ കിട്ടി നമുക്ക്. 4 ഏട്ടയും ഒരു ചെമ്പല്ലിയും കിട്ടി.
നാടിന്റെ പടകൾ ഇതൊരു ജാതി ഒച്ചയാക്കും കേട്ടാ. ഈ ഈനഗിരി കിരാഗിരിയാക്കുന്ന പോലത്തെ ഒരു ഒച്ചയാക്കാണ്ട് കേട്ടാ. അതെല്ലാം എടുത്ത് ചാക്കിലിട്ട് കട്ടൻ ചായ ലാസ്റ്റ് കുടിച്ച് ആടുന്നത് എന്നാ ഇത് നടക്കുന്ന. അതിന്റെ മുള്ള ഏട്ടക്ക് സൈഡിലെല്ലാം മുള്ളാന്ന് തട്ടിക്കഴിഞ്ഞാല് കൈ കഴിയാൻ നല്ല കടച്ചലായിരിക്കും. നല്ല ശ്രദ്ധിച്ചെടുക്കുന്നത്, ശ്രദ്ധിച്ചിട്ടാണ് എടുക്കുക. ഏട്ടൻ്റെ എല്ലാം മുള്ള കണ്ട എടുത്ത് പാക്കറ്റിലേക്ക് ഇടുന്ന നമ്മളിപ്പോ പോലെ അറച്ചും വെള്ളം കയറുന്നുണ്ട്. ഒരു സമയം നിന്ന് കഴിഞ്ഞാൽ മീൻ കടി അടിക്കൂ. ലൈവ് മീനെല്ലാം ഉണ്ടെങ്കിൽ, ചെമ്മീനെല്ലാം ഉണ്ടെങ്കിൽ, ജീവനുള്ള മീനെല്ലാം ഉണ്ടെങ്കിൽ പോട്ടു. നമ്മള് ജീവനൊന്നുമില്ല, പെട്ടെന്ന് ഒരു തീരുമാനത്തേക്ക് വന്നേ പോണെന്ന് വിചാരിച്ചെന്നല്ല. ഒരു 10 മണി, ഒരു 10:30 11 മണിക്കൊക്കെ പോയതാണ്, പെട്ടെന്ന് പോയതാണ്. കടലില് പുഴയില് വെള്ളം അടിച്ച് കയറി നല്ല വെള്ളമുണ്ട്. മീനെല്ലാം ഇഷ്ടംപോലെ കാണാനുണ്ട്. പക്ഷെ ചൂണ്ടൽ കിട്ടുന്നില്ല എന്നുള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കാനെല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരുപാട്. ഇപ്പൊ രാത്രിയാണ്, ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയില്ല. രാത്രി ഇങ്ങനെ എടുത്തു നോക്കുന്ന തൊട്ട് അപ്പുറം റെയിൽവേ ക്രോസ് ആണ്, ഇപ്പുറം ഹൈവേ ആണ്. പിന്നെ ഈ നേരത്തെ വന്ന പൂച്ച സാറിന് മീനിൽ നിന്ന് മടുത്തിട്ടാ. മീനിൽ നിന്ന് മടുത്തിട്ട്